നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ജീവനക്കാർ മുങ്ങാറുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ച ആൾ നമ്മളോട് പോലും പറയാതെ പോയി കളയുക. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നവരെ നിങ്ങൾ ഒരു പണി കൊടുത്താണോ വിടുന്നത്? എന്ന് വെച്ചാൽ അല്ല, സാലറി പിടിച്ചു വയ്ക്കുക, അത് കൊടുക്കാതിരിക്കുക. പല സംരംഭകരെയും കോർപ്പറേറ്റ് ലീഡേഴ്സിനെയും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ശ്രദ്ധയോടെ കേൾക്കുക. നമുക്ക് വേണ്ടത് അത്തരം ഒരു കൾച്ചറാണോ? നമ്മുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ കുറേ വർഷമായി നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു എംപ്ലോയി, അയാൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അയാളുടെ കരിയർ എൻഹാൻസ് ചെയ്യാൻ പോകുമ്പോൾ മാന്യമായിട്ടല്ലേ പിരിയേണ്ടത്? വേണ്ട, അയാൾ നമുക്ക് കടം വരുത്തി വെച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചു, പറ്റുമെങ്കിൽ ഒരു അടി കൊടുത്ത് വിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുത്തോ, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ ഒരു സെൻഡ് ഓഫ് ഒക്കെ കൊടുത്ത് മാന്യമായിട്ടല്ലേ വിടേണ്ടത്? എൻ്റെ ഒരു നല്ല സുഹൃത്താണ് ഷറഫുദ്ദീൻ. അദ്ദേഹം ടൈം ട്രെയിനിങ് സെൻറ്റർ എന്ന സ്ഥാപനം ദുബായിൽ നടത്തുകയാണ്. ഈ അടുത്ത് ഞാൻ ലിങ്ക്ഡിനിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു നല്ല സെൻഡ് ഓഫ് പാർട്ടി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ എല്ലാവരുമായി ചേർന്ന് ഈ പോകുന്ന എംപ്ലോയിയുടെ കൂടെ ഒരു പിക്ചറും എടുത്ത് അദ്ദേഹം ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇന്ന് അതാണ് വേണ്ടത്. അതാണ് എംപ്ലോയർ ബ്രാൻഡിങ്. നമ്മുടെ കൂടെ നല്ല രീതിയിൽ പിരിഞ്ഞു പോകുന്നവർ നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം ഒരു കൾച്ചർ നമ്മുടെ സ്ഥാപനത്തിലുണ്ടാവണം. നല്ല രീതിയിൽ പിരിയുന്നവരെ നല്ല രീതിയിൽ തന്നെ പോകാൻ അനുവദിക്കുക. നമ്മുടെ കൂടെയുള്ളവർ വളരണം, നമ്മുടെ കൂടെയുള്ളവർ വലുതാവണം, നമ്മളിലൂടെ വലുതാവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് കാര്യമുള്ളൂ.